ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഒരിച്ചിരി തിരക്കായി പോയിട്ടാ, പിള്ളേർക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നേ. ഈ കാണുന്ന ടവർ ഞാൻ സെറ്റ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിലുണ്ടേ. കാണാത്ത ആൾക്കാരൊന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിട്ട് വലിയ ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഈ പ്ലാൻസൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാ. അന്ന് ഞാൻ പലതരത്തിലുള്ള പ്ലാന്റ്സാണ് ഇതിൽ വെച്ചിരുന്നത്. റിയോ പ്ലാന്റും സ്നേക്ക് പ്ലാന്റും മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, അതുപോലെ അഗ്ലോണിമയും അങ്ങനെയൊക്കെയാണ് വെച്ചിരുന്നത്. പക്ഷേ അതങ്ങ് നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി അതിന് കിട്ടിയില്ല. അപ്പം ഞാനതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ബോർഡർ ഗ്രാസ് വെച്ച് ഒന്ന് റീസെറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ആദ്യമേ തന്നെ അതിലുണ്ടായിരുന്ന ചെടികളെല്ലാം മാറ്റി മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി കുറച്ചും കൂടി പോട്ട് മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ചിട്ട് പോട്ട് മിക്സ് ഫില്ല് ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പം വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻസ് വെക്കുന്നതിനേക്കാൾ ഒരുപോലെയുള്ള പ്ലാൻസ് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ ആദ്യമേ അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. പക്ഷേ എല്ലാം വലുതായി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം വെച്ചൊരു ഭംഗിയില്ല, ചെടികളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ബോർഡർ ഗ്രാസ് വെക്കുകയാണ്. അപ്പോൾ ബോർഡർ ഗ്രാസ് നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഇലകൾക്ക് കുറച്ച് താഴെയായിട്ട് ഓരോ നോഡുകളുണ്ടല്ലോ, ഒരു മൊട്ടുകൾ പോലെ, ഒരു ഒടിവ് പോലെ ആ തണ്ടിനുണ്ടാവും. അവിടെ വെച്ച് വേര് വരുന്നുണ്ട്. അപ്പോൾ പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിടിച്ച് കിട്ടുന്നതിന് മുന്നേ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ നേർത്ത തണ്ടാണല്ലോ ഇതിന്. അതുപോലെ ഇലകൾ നടുമ്പോഴാണെങ്കിലും ആ തണ്ടിൻ്റെ അറ്റത്തുള്ള ഇലകൾ കളഞ്ഞിട്ട് ഈർക്കിലി പോലെ ഇരിക്കുന്ന ഭാഗം മാത്രം മണ്ണിലോട്ട് ഇറക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇത് മണ്ണിൽ മുട്ടിയിരിക്കുമ്പോഴും ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കുത്തി കൊടുത്ത ശേഷം ഒന്ന് വെട്ടി ഒതുക്കി കേട്ടോ. വെട്ടിയും കൂടി കഴിഞ്ഞപ്പോഴാണ് അത് കാണാൻ ഭംഗി. ഇനി ഇത് നന്നായിട്ട് വളർന്ന് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ബോൾ പോലെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം സെറ്റ് ചെയ്തതിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ആ ഗ്രീൻ വന്നപ്പോഴേക്കും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കണം. വെറൈറ്റി ഗാർഡൻ അല്ലേ. അപ്പോൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. താങ്ക്